ഋഷിഗംഗ, ഗൗരിഗംഗ, പഞ്ചഗംഗ, ധൗളിഗംഗ, അങ്ങനെ ഒരുപാട് അപരഗംഗമാരും ആ പേരുകൾ നിങ്ങൾ ഒത്തിരി കേട്ടാണ്. നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷനും കാണും. ഇതൊക്കെ എന്താണ് സംഭവം, ആരുടെ പോഷക നദികളാണ്? നമുക്കതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണ്. അപ്പൊ നോക്കുക, ഈ ഋഷിഗംഗ ധൗളിഗംഗയുടെ പോഷക നദിയാണ്. ഋഷിഗംഗ ആരുടെ പോഷക നദിയാണ്? ധൗളിഗംഗയുടെ പോഷക നദിയാണ്. ഇനി ധൗളിഗംഗ അളകനന്ദയുടെ പോഷക നദിയാണ്. ധൗളിഗംഗ ആരുടെ പോഷക നദിയാ പറഞ്ഞേ? അളകനന്ദയുടെ പോഷക നദിയാണ്. ഇനി രാംഗംഗ ഗംഗയുടെ പോഷക നദിയാണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയാണ് രാംഗംഗ. ഇനി അത് കഴിഞ്ഞ ബാൻഗംഗ യമുനയുടെ പോഷക നദിയാണ്. ആരവല്ലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന യമുനയുടെ പോഷക നദിയാണ് ബാൻഗംഗ. ഇനി നോക്കുക, ഗൗരിഗംഗ കാളി നദിയുടെ പോഷക നദിയാണ്. ഉത്തരാഖണ്ഡിലൂടെ ഒഴുകുന്ന ഗൗരിഗംഗ കാളിയുടെ പോഷക നദിയാണ്. അപ്പൊ ജസ്റ്റ് ഓർത്തു വെച്ചാൽ മതി, ഗൗരി അല്ലെങ്കിൽ ഗൗരി അമ്മുമ്മയ്ക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം? കാളി ദേവിയാണ് കൂടുതൽ ഇഷ്ടം. അത് കഴിഞ്ഞ പഞ്ചഗംഗ കൃഷ്ണയുടെ പോഷക നദിയാണ്. മഹാരാഷ്ട്രയിലൂടെ ഒഴുകുന്ന നദിയാണ് പഞ്ചഗംഗ. അതിനുശേഷം കിഷൻ ഗംഗ ചലം നദിയുടെ പോഷക നദിയാണ്. ഈ കിഷൻ ഗംഗയെ പാകിസ്ഥാനിൽ അറിയപ്പെടുന്ന പേരാണ് നീലം എന്നറിയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, പെൻഗംഗ വെയിൻ ഗംഗ ആരുടെ പോഷക നദിയാണ്? ആൻസർ അറിയാവുന്ന എല്ലാവരും താഴെ കമന്റ് ചെയ്തോ. ഇപ്പൊ ഈ ഫുള്ള് കൺഫ്യൂഷൻ അങ്ങ് മാറിയില്ലായിരുന്നു? എനിക്കറിയാം പെട്ടെന്ന് മാറത്തില്ല, കാര്യം ഇത് ഓടിച്ച് പറയുമ്പോൾ മൊത്തം കിളി പോകത്തേ ഉള്ളൂ. അപ്പൊ കൺഫ്യൂഷൻ മാറാൻ വേണ്ടി ഞാൻ എല്ലാം കൂടെ ഓടിച്ചെങ്ങ് പറഞ്ഞു. നമുക്ക് ക്ലാസ്സിലേക്ക് വന്നാൽ നല്ല വരച്ച് അടിപൊളിയായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ക്ലാസ്സിൽ കാണാം.